ഹോട്ടലിലേക്ക് വന്ന ഒരു പണക്കാരന്റെ ബാഗിൽ നിന്നും ഡോളർ നോട്ടുകൾ ഒന്നൊന്നായി വീഴുന്നത് കണ്ട് അവിടുത്തെ ഒരു വേലക്കാരി വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് ആ നോട്ടുകൾ വലിച്ചെടുത്തു. സമയം ലെങ്ത് ഇല്ലാതെ അതിന്റെ പ്ലഗ് കഴിഞ്ഞതും അവളൊരു ച്വിംഗം അവളുടെ ചെരുപ്പിനടിയിൽ ഒട്ടിച്ച് അത് ഉപയോഗിച്ച് ആ നോട്ടുകൾ എടുക്കുന്നു. അടുത്ത നിമിഷം ആ പണക്കാരൻ തിരിഞ്ഞു നോക്കുന്നു. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് ആ പണക്കാരൻ അവളുടെ കയ്യിൽ ഒരു ച്വിംഗം കൊടുത്തു. പക്ഷേ അത് വായിലിട്ടതും തൊട്ടടുത്ത നിമിഷം അവൾ ബോധം കെട്ടുവീണു. കണ്ണു തുറന്നവൾ ഇപ്പോൾ നോക്കിയാൽ ഒരു പണക്കാരിയെ പോലെ വേഷം ധരിച്ച് അവൾ ആ പണക്കാരന്റെ മുന്നിലുണ്ട്. ദേഷ്യം വന്നവൾ അവനോട് കാര്യം ചോദിച്ചപ്പോൾ ഒരു പണക്കാരിയാകാൻ വേണ്ടിയല്ലേ നീ എന്റെ പണം എടുത്തത്, ഇന്ന് നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാമെന്നവൻ പറഞ്ഞു. സന്തോഷമായ പെൺകുട്ടി ആ ഹോട്ടലിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരുപാട് ഭക്ഷണം ഓർഡർ ചെയ്തു. അവളുടെ കൂട്ടുകാരനായ ഒരു സ്റ്റാഫ് അവിടേക്ക് വന്ന് വെറും വേലക്കാരിയായവൾ ഒരു പണക്കാരിയെ പോലെ അവിടെ ഇരിക്കുന്നത് കണ്ട് ആകെ ഷോക്കായി അവൾ ഓർഡർ ചെയ്ത ഫുഡ് കൊണ്ടുവരുന്നു. പക്ഷേ അവൻ അറിയാതെ കൊണ്ടുവന്നത് മറ്റൊരു ഡെസേർട്ട് ആണ്. ദേഷ്യം വന്ന അഹങ്കാരിയായ പെൺകുട്ടി അത് അവളുടെ കൂട്ടുകാരനാണെന്ന് പോലും നോക്കാതെ അവനോട് ദേഷ്യപ്പെട്ട് ആ കേക്ക് അവന്റെ മുഖത്ത് തേച്ചു. ഇത് കണ്ട പണക്കാരൻ നീ ആള് കൊള്ളാമെന്ന് പറഞ്ഞ് അവിടെ വെച്ച് ആ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുന്നു. തന്റെ ജീവിതം തന്നെ മാറാൻ പോവുകയാണെന്ന് കരുതി അവൾ അതിന് ഓക്കെ പറയാൻ നോക്കിയതും തൊട്ടടുത്ത നിമിഷം ആ പണക്കാരന്റെ മുഖം മാറി. കൂടുതൽ ഒന്നും പറയാതെ അവൻ അവിടെ നിന്നും തിരിച്ചു പോയതും അവർ കഴിച്ചതിന്റെ ബില്ലുമായി അവളുടെ കൂട്ടുകാരനായ ആ സ്റ്റാഫ് വന്നു. പണമില്ലാത്തത് കാരണം അവനെ സോപ്പിട്ട് അവൾ ഊരി പോകാൻ നോക്കിയെങ്കിലും അവൻ അവളുടെ കയ്യിൽ ഒരു തുണി കൊടുത്ത് കിച്ചണിൽ പോയി പാത്രം കഴുകാൻ പറയുന്നു.